നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ അലീന അവധു കുട്ടിച്ചായന്റെ വീട്ടിൽ വന്ന് അവിടെ എല്ലാരും കയ്യിലെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ എല്ലാവർക്കും എതിർപ്പായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും ശരി, ഈ പറയുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിലും ശരി അവിടുത്തെ. പക്ഷെ അവരെല്ലാം ഒടുവിൽ അലീന കയ്യിലെടുത്തു. പക്ഷെ അവധു കുടിച്ചാന്റെ ആൺമക്കള് അത്ര പെട്ടെന്ന് അടുത്തിട്ടുണ്ടായിരുന്നില്ല. അവര് അലീനയോട് മോശമായ വാക്കുകളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഔസേപ്പച്ചനും ആൽബർട്ടും രോഹട്ടും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഊണുമേശയിലേക്ക് വന്നു. അപ്പൊ അവർക്കുള്ള വിഭവങ്ങളൊക്കെ എടുത്തു വെക്കുവാണ്. അലീനയും ഷിജിയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ്. അപ്പം ആൺമക്കളൊക്കെ അത് കുടിച്ചായന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ മക്കളും എല്ലാരും ഉണ്ട്. അപ്പൊ ഒരു കുട്ടിപ്പട്ടാളം തന്നെ അവിടെ ഉണ്ട് താനും. ഈ സമയത്ത് അലീനയുടെ അടുത്തേക്ക് കുട്ടികൾ പ്ലേറ്റുകളൊക്കെ നീട്ടിപ്പിടിച്ച് തിക്കി തിരക്കി വരുവാണ്. കാരണം ചൂടപ്പം ചുട്ടെടുക്കുന്നതിനൊക്കെ അവര് പ്ലേറ്റിനകത്ത് വാങ്ങിക്കൊണ്ടിരുന്നു. ആ സമയം ആൻസി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ല എന്റെ പിള്ളേരെ ഉണ്ടാക്കണേ, പിന്നെ എന്തിനാ ഇത്ര ധൃതി പിടിക്കണേ? അതെ, എല്ലാം റെഡിയായിട്ട് കഴിക്കാനിരുന്നാ പോരെ. ഇന്നലെ രാത്രിയിൽ അതിനിവിടെ അത്താഴപ്പട്ടിണി കിടന്നത്. ആൻസി കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണത് പറയണേ. അത് കേട്ടുകഴിഞ്ഞപ്പോ ജോസൂട്ടി പറഞ്ഞു, പിന്നെ വിശന്നിട്ടൊന്നും അല്ലെന്നേ, ഞങ്ങളൊരു നാടകം കളിക്കുന്നുണ്ടമ്മേ, റെഫ്യൂജി ക്യാമ്പ്, അതിന്റെ റിഹേഴ്സലാ. ആഹാ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ക്യൂ പാലിക്കണമെന്ന് അലീന പെട്ടെന്ന് പറഞ്ഞു. ഒടുവില് കുട്ടികളെല്ലാം ചിരിച്ചോണ്ട് ഒരു ക്യൂ ആയി. ആ സമയം സാന്ദ്രയുടെ കൈ മാത്രം 2 പ്ലേറ്റ്. അത് കണ്ടപ്പോ ആൻസി ചോദിച്ചു, ഇതെന്താടി നീ എന്താ 2 പ്ലേറ്റും തിന്നുന്നുണ്ടോ? ഒന്ന് അലീന ചേച്ചിക്കാന്ന് പറഞ്ഞു. ഒടുവില് ഔതുക്കുടിച്ചായനും വന്നു. ക്യൂവിന്റെ ഏറ്റവും അറ്റത്ത് നിന്നു. എല്ലാവരുടെയും പ്ലേറ്റുകൾ ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയതിന് ശേഷമേ എല്ലാരും കൂടെ കഴിക്കാൻ ചെന്നുള്ളൂ. അലീനയുടെ സ്ഥാനം അവർക്കറിയാവുന്നതുകൊണ്ട് കുട്ടികൾ അടുക്കളയിൽ വട്ടമിട്ടിരുന്നു. അപ്പൊ അവരുടെ അടുത്താണ് അലീന വന്നിരിക്കുന്നത്. അങ്ങനെ അലീനയും കൂടെ വന്നിരുന്നോട് കൂടിയിട്ടിട്ട് എല്ലാരും കഴിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഔസേപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നേ. അപ്പൊ അലീന ആദ്യം ഡൈനിങ് ടേബിളിൽ പോയി കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഔസേപ്പച്ചന് വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീന പിന്നെ ആ ഭാഗത്തേക്ക് പോലും പോയില്ല. പക്ഷെ ഒടുവില് കുട്ടികളെല്ലാം കൂടെ അലീന ഇരിക്കുന്ന അടുക്കളയില് അലീനയ്ക്കൊപ്പമാണ് വട്ടം ഇട്ടിരുന്ന് കഴിക്കാനായിട്ട് 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്നേ. ഒടുവില് ഔസേപ്പച്ചൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളെല്ലാം സംശയത്തോട് കൂടിയിട്ട് ഔസേപ്പച്ചനെ നോക്കുവാണ്. അലീനയുടെ സമയത്ത് വന്നിട്ട് ഔസേപ്പച്ചൻ വളരെ ഗൗരവത്തോട് കൂടി പറഞ്ഞു, അതെ നീയാണോ ഈ പിള്ളേരെ കൂടെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് ചോദിച്ചു. അലീന അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് റോണി അടുക്കിലേക്ക് കയറി, അതെ ഞങ്ങളെ ആരും പിടിച്ചിരുത്തിയതൊന്നുമല്ല, ഞങ്ങൾ തന്നെത്താൻ ഇവിടെ ഇരുന്നതാ. എടാ നിനക്കൊക്കെ ഊണുമേശ വന്നിരുന്ന് കഴിച്ചാലെന്താ? ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല, അലീന ചേച്ചിക്ക് പ്രവേശനം ഇല്ലാത്ത ഊണുമേശ ഞങ്ങളും ബഹിഷ്കരിച്ചു. അത് സാന്ദ്രയാണ് ഈ കുറിച്ച് പറഞ്ഞത്. അതെ ഇവിടെ വർണ്ണവിവേചനം ഒന്നും പാടില്ല, ശോഭ കൂട്ടിച്ചേർത്തു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, അത് മിലന്റെ വകയായിരുന്നു. ഓഹോ ഇതൊരു തൊഴിൽ പ്രശ്നമാണല്ലേ, ആരെയാണ് പിരിച്ചുവിട്ടെ? ഔസേപ്പച്ചൻ ചെറിയ ചിരിയോട് കൂടിയിട്ടാണ് അത് ചോദിച്ചത്. അല്ല അലീന ചേച്ചിയെ ഡൈനിങ് റൂമിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ? തിരികെ പ്രവേശനം അനുവദിക്കാൻ ഞങ്ങൾ ആരും ഡൈനിങ് ടർവാന്റെ പാടി ചവിട്ടില്ല. ജോസൂട്ടിയുടെ പ്രഖ്യാപനം വരുന്നത്. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഔസേപ്പച്ചൻ പറഞ്ഞു. അലീന എഴുന്നേറ്റ് ഡൈനിങ് റൂമിൽ വന്നിരുന്ന് കഴിക്കുക, പ്രശ്നം അങ്ങോട്ട് തീരട്ടെ. അപ്പോഴേക്കും ജോസൂട്ടി പറഞ്ഞു, അങ്ങനെയൊന്നും പോകരുത് അലീന ചേച്ചി, ദേ ഞങ്ങൾ ആരും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല. അലീന ചേച്ചി ഡൈനിങ് റൂമിലേക്കുള്ള യോഗ്യതയുണ്ടോ എന്ന് പപ്പ പറയണമെന്ന് പറഞ്ഞു. അത് സാന്ദ്രയുടെ ഡിമാൻഡായിരുന്നു. അങ്ങനെ പറയാനൊന്നും എനിക്ക് മനസ്സൊന്നുമില്ല. ഔസേപ്പച്ചൻ ഇത്ര ഗൗരവം എടുത്തൊക്കെയാണ് അങ്ങനെ പറയണത്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ലോ. എന്നിട്ട് അലീനയുടെ നേർക്ക് കൈ നീട്ടി എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. പെട്ടെന്ന് അലീന എന്ത് ചെയ്തു, അവിടുന്ന് തറയിലാണല്ലോ ഇരുന്നേ, അവിടുന്ന് എഴുന്നേക്കണ സമയത്ത് ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. അടുത്തിരുന്ന് സാന്ദ്ര താങ്ങി പിടിച്ചു. അതെ ശരീരത്തിന് താൻ കൊടുത്തിരിക്കുന്ന കൈ ആരെങ്കിലും ഇതുപോലെ ഓർക്കാതെ എടുത്തു മാറ്റുമോ? സാന്ദ്ര അവളെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞിട്ടാ പറയണേ. അതെ പപ്പ കുറച്ചുകൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആകണം കേട്ടോ, ഇത്തിരി കൂടി ഒന്ന് കുനിഞ്ഞാൻ എന്താ? മമ്മിയുടെ അടുത്ത് നല്ല പോലെ നടവ് വളയുമല്ലോ എന്ന് ജോസൂട്ടി പറഞ്ഞു. ഔസേപ്പച്ചന് ആകപ്പാടെ നാണക്കേട് തോന്നി. അവത് കുടിച്ചാന്റെ മൂത്ത മോനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒടുവില് ജോസൂട്ടി എന്ത് ചെയ്തു, അലീനയുടെ കൈ പിടിച്ച് ഔസേപ്പച്ചന്റെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്റെ ചരിത്രപരമായ കടവ് ഞാൻ നിർവഹിച്ചു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞു. അവിടെ കൂടിയിരുന്ന കുട്ടികളും പിന്നെ അവിടെ അതുപോലെ തന്നെ ഔസേപ്പച്ചന്റെ അവരുടെ എല്ലാം ഭാര്യമാരും എല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. ജോസൂട്ടിയുടെ ഈ കമന്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ചെറിയൊരു ചമ്മലൊക്കെ തോന്നി. എല്ലാവരുടെയും നേർക്കൊന്ന് പാള് നോക്കി, അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഔസേപ്പച്ചന്റെ കൈ പിടിച്ച് പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റു.
ആ സമയത്ത് റോണിയാണെങ്കിൽ ഒരു പാട്ടുകൂടും കൂടെ അങ്ങോട്ട് പാടി. ഈ സമയത്ത് ജോസൂട്ടി എന്ത് ചെയ്തു? ജോസൂട്ടി എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അവരുടെ പ്ലേറ്റ് കൊടുത്ത് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ഔസേപ്പച്ചനും അലീനയും അങ്ങോട്ട് പോയി. ആ പിന്നാലെ തന്നെ കുട്ടികൾ ഒരു ജാഥ പോലെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് പോയി. എടാ, ഒരു മുദ്രാവാക്യം കൂടെ വിളിക്കടാ. ശോഭി ഉറക്കെ വിളിച്ചു പോയി. അപ്പോഴേക്കും അത് കേൾക്കേണ്ട താമസം. കുട്ടികളെല്ലാം കൂടെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. തോൽപ്പിച്ചേ തോൽപ്പിച്ചേ, മൂരാച്ചികളെ തോൽപ്പിച്ചേ, ജയിപ്പിച്ചേ ജയിപ്പിച്ചേ, അലിയനി ചേച്ചിയെ ജയിപ്പിച്ചേന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും ഷിജി ആണെങ്കിൽ അവരോട് നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്ന ജാൻസി? കാരണം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാരെയും കാരണം അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. 2 ദിവസമായിട്ട് എല്ലാവരും അടുക്കളയിലായിരുന്നു. അപ്പൊ അലീനയ്ക്ക് അങ്ങോട്ടേ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പം അലീനെ വീണ്ടും തിരിച്ചെടുത്തതിന്റെ സന്തോഷം അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഊണുമേശ എടുത്ത് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പത്തേനും ആൽബർട്ട് ആകെപ്പാടെ വല്ലാത്തൊരു ചമ്മലോടെ ഇരിക്കുന്നുണ്ടോ. അങ്കിൾ എന്താ ആകെ ചമ്മിയിരിക്കുന്നേ? ജോസൂട്ടിയുടെ ചോദ്യം വരുന്നത്. ഞങ്ങളൊരു വിശിഷ്ട അതിഥിയെ സ്വീകരിച്ചുകൊണ്ട് വന്നു കണ്ടില്ലേ? ബഹുമാനത്തോടെ ഒന്ന് എഴുന്നേറ്റിട്ട് അതെ ഒന്ന് പറയാ ഇവിടെ വന്നിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട്. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ. കപട ദേഷ്യത്തിലാണ് ആൽബർട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പറയണേ. ഒടുവിൽ ഔസേപ്പച്ചൻ എന്ത് ചെയ്തു? അലീനയെ കസേരയെ കൊണ്ടേ നിർത്തി. അപ്പോഴേക്കും കുട്ടികളെല്ലാം കൂടെ കൈയടിച്ചു. ദേ, ഒരാളിരുന്ന് കരയണമെന്ന് പറഞ്ഞു. ശോഭി അലീനയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാ പറയണേ. അലീനയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് സങ്കടമായിപ്പോയി. അലീന അവിടെ ഊണുമേശയിലേക്ക് തല വെച്ചിരുന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് എല്ലാവരുടെയും ചിരിയൊക്കെ അങ്ങോട്ട് നിലച്ചു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഏതാനും നിമിഷം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അലീന മുഖവർത്തി എല്ലാരെയും നോക്കി കണ്ണൊക്കെ ഒന്ന് തുടച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജോസൂട്ടി അലീനയെ നോക്കി പറഞ്ഞു, അതെ കണ്ടില്ലേ, വെയിലും മഴ ഒരുമിച്ച് വന്നു. ഇന്ന് കുറുക്കന്റെ കല്യാണമാണെന്ന് തോന്നേ. കാരണം അലീനയുടെ മുഖത്തെ ആ കണ്ണീരൊക്കെ തുടച്ചിട്ട് അലീനെ എല്ലാരും നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സാന്ദ്ര അവളുടെ പിറകെ കൂടെ ചെന്നിട്ട് കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ നെറ്റിമേലൊരു ഉമ്മയും കൂടെ കൊടുത്തു. അതെ പൊന്നു മോള് കരയണ്ട കേട്ടോ, നല്ല ഒന്നാന്തരം പാലപ്പം പൊട്ടറ്റോ സ്റ്റൂവും തരാന്ന് പറഞ്ഞു. അലീന ചേച്ചി ദേ അവളെ അധികം അടുപ്പിക്കണ്ട കേട്ടോ, ഒന്നൊക്കെ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും, രണ്ടിലേതായാലും മരണം ഉറപ്പാ. ജോസൂട്ടി മുന്നറിയിപ്പ് നൽകി. ഒന്ന് പോടാ അവിടുന്ന് എന്ന് സാന്ദ്ര പറഞ്ഞു. ഡൈനിങ് ടേബിള് വേണ്ടത്ര സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും തിക്കി നിരക്കാണ് ഇരിക്കുന്നത്. ജോഡിന് മാത്രം കസാര കിട്ടിയില്ല. അവൻ അനീനയുടെ മടിയിൽ കയറിയിരുന്നു. ദേ ഇന്നുച്ചയ്ക്ക് ഒരു സദ്യ വേണം കേട്ടോ. മിലന്റെ നിർദ്ദേശമായിരുന്നത്. അലീന ചേച്ചിയുടെ ബഹുമാനാർത്ഥം ചിക്കനും മട്ടനും ഫിഷും സാമ്പാറും എല്ലാം പായസവും ഒക്കെ കൂട്ടി നല്ല ഒന്നാന്തര സദ്യ. അത് ശരിയാ, അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇത് വേണ്ടവർക്കെല്ലാം കൈവെക്കാന്ന് പറഞ്ഞു ജോസൂടെ നിർദ്ദേശം. അപ്പൊ എല്ലാരും കൂടെ കൈവെക്കി. അല്ല ഇതെന്താ ഈ ചാച്ചന്മാരൊക്കെ എന്താ കൈവെക്കാത്തെന്ന് ചോദിച്ചു. പണം മുടക്കേണ്ട ഞങ്ങളല്ലേടാ, ആൽബർട്ട് ചിരിച്ചോണ്ട് അത് പറഞ്ഞു. അതെ ഈ സദ്യയുടെ ചെലവ് ഞങ്ങൾ ഏറ്റെന്ന് ജോസൂട്ടി പറഞ്ഞു. നിനക്ക് എവിടുന്നാ കാശ്? അതെ പപ്പ അറിയാതെ റബ്ബർ കട്ട് വിറ്റ് പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ട് പപ്പ. സാന്ദ്ര അത് പറഞ്ഞത്. അയ്യോടി ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി, മെനക്കേടാ. ഇപ്പൊ പപ്പയുടെ പോക്കറ്റിൽ നേടിട്ട് അടിച്ചു മാറ്റുക. ജോസൂട്ടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഔസേപ്പച്ചൻ മോനെ തുറപ്പിച്ചു നോക്കി. എടാ നീ എത്ര മിടുക്കണമെന്നോ ആണ്ട കേട്ടോ. പൈസ മോഷണം പോകുന്നൊക്കെ എനിക്കറിയാം, ഞാനതൊക്കെ അറിയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര പെട്ടെന്ന് പറഞ്ഞു, അലീന ചേച്ചിക്ക് ഒരു കഥ കേൾക്കണം. ഒരു ദിവസം ജോസൂട്ടി ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ജോസൂട്ടിയുടെ നടപ്പ് കണ്ടപ്പോ പപ്പായിക്ക് ഒരു സംശയം. ചന്ദ്രനിൽ കൂടി മനുഷ്യൻ നടക്കുന്ന പോലെ. പപ്പ അവനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഷർട്ടൊന്ന് ഊരിടാന്ന്. ഷർട്ട് ഊരി നോക്കിയപ്പോ നെഞ്ചിന്റെ അവിടെ മുതൽ അരവര റബ്ബർ ഷീറ്റ് കൊണ്ട് ദേഹത്തിന് ചുറ്റും ഒരു പടച്ചട്ട് കെട്ടിയിരിക്കുക, റോമൻ പടയാളികളെ പോലെ. പപ്പ ഉടനെ അവന്റെ ലുങ്കിയും പറിച്ചു. അപ്പോഴും ഉണ്ട് കാൽമുട്ട് വരെ വേറെ റബ്ബർ ഷീറ്റ്. ഫ്രോക്ക് ഇട്ടിരിക്കുന്നല്ലേ എല്ലാം കൂടെ തൂക്കി നോക്കിയപ്പോ 12.5 കിലോ. ഊണ് മേശയിൽ അപ്പത്തേനും ഒരു പൊട്ടിച്ചിരി അങ്ങോട്ട് ഉയർന്നു. അപ്പോഴേക്കും ജോസൂട്ടി പറഞ്ഞു, അതെ ഞാൻ മനഃപൂർവ്വം പിടികൊടുത്ത അലീന ചേച്ചി. കർണാടകയിൽ നിന്നൊക്കെ വ്യാജ സ്പിറ്റ് കടത്തുന്നവര് ഒരു 10-25 ടാങ്കർ കടത്തിക്കൊണ്ടുവരുമ്പോ ഒരു ടാങ്കർ കേരള എക്സസിന് പിടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കത്തില്ലേ, അതേപോലെ ജോസൂട്ടി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉരുളക്കുപ്പേര് പോലെയാണ് അവൻ മറുപടി പറയണേ. അതോടെ കേട്ടുകഴിഞ്ഞപ്പോ അവിടെ എല്ലാരും നിലയ്ക്കാത്ത ചിരിയായിരുന്നു. ദേ നീ ഒറ്റ കൊടുത്താൻ എന്റെ തോട്ടം വിളിപ്പിച്ചേ. ഇത് ഔസേപ്പച്ചൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും
മേലൻ പറഞ്ഞു, അതെ പപ്പ വിഷമിക്കണ്ട, ഇനി ഒരു മകനും കൂടി വളർന്നു വരുന്നുണ്ടല്ലോ, ബാക്കി പകുതിയുടെ കാര്യം ഞാൻ ഏറ്റു. ഈ സമയം സാന്ദ്ര പറഞ്ഞു, അതെ നമുക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയാലോ, ഫസ്റ്റ് ഷോ എത്ര നാളെ സിനിമ കണ്ടിട്ട്. ആൽബർട്ട് പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ, ടിവിയിൽ ദിവസം 10 സിനിമ കാണുന്ന പോരെ. ഓ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന്റെ ഒരു സുഖം വേറെ എന്നാ. എടി ഇങ്ങനെ തുള്ളിക്കളിച്ച് നടന്നാ മതിയോ, വീട്ടിൽ പോണ്ടേ, നാളെ ക്ലാസ് ഉള്ളതല്ലേ, പഠിക്കണം എന്നൊക്കെ ചിന്തയൊക്കെ വിട്ടോ. 10ാം ക്ലാസ്സുകാരനാണല്ലോ ഇരുന്ന് വാചകം അടിക്കുന്നേ. അവസാനിപ്പിച്ച മക്കളെ ശാസിച്ചു. അല്ല ഇന്ന് തിരിച്ചു പോകാനോ? മിലനാണ് ആകെപ്പാടെ വിഷമായി. ആഹാ ഉച്ചൂണ് കഴിഞ്ഞാല് അപ്പോഴിവിടെ നിറങ്ങിയിരിക്കണം, വീടും പൂട്ടിട്ട് 2 ദിവസമായതൊക്കെ മറന്നോ? പെടുന്നതിന് എല്ലാവർക്കും ഭയങ്കര വിഷമായി പോയി. ഊണും മുറിയിൽ ആകെപ്പാടെ ഒരു നിശബ്ദത. പപ്പ എന്നാ നമുക്കൊരു മാറ്റിന് കണ്ടിട്ട് വൈകുന്നേരം പോയാലോ? സാന്ദ്ര ഭേദഗതി ഒന്ന് മാറ്റി. അല്ല ആർക്കായി സിനിമ കാണാഞ്ഞിട്ട് ഇത്ര ശ്വാസം മുട്ടല്ലേ? ആൽബർട്ട് ചോദിച്ചു. സിനിമ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, അലിയനി ചേച്ചിയുടെ കൂടെ പുറത്തേക്കൊന്ന് കറങ്ങാൻ പോകാലോ എന്ന് വിചാരിച്ച. അലിയനി ചേച്ചി സിനിമ കണ്ടിട്ട് എത്ര നാളായിന്ന് ചോദിച്ചു. അത് പിന്നെ എറണാകുളത്ത് ഒരു തവണ പോയപ്പോ കണ്ടാ. ഇഷ്ടമുണ്ടെങ്കിൽ മതി പപ്പ, ഇനിയിപ്പൊ അതിനു വേണ്ടിയിട്ട് ആരുടെയും കാല് പിടിക്കാനൊന്നും പറ്റില്ല. സാന്ദ്രയ്ക്ക് ഇത്തിരി സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഒടുവില് എല്ലാരും ഫുഡ് കഴിച്ച് എഴുന്നേക്കുന്ന സമയത്ത് അവസാനിപ്പിച്ച മനസ്സ് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ശരി സിനിമ സമ്മതിച്ചു മാറ്റിനി, അത് കഴിഞ്ഞ് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ എല്ലാരും കൂടെ ഉച്ചയ്ക്കുള്ള സദ്യയൊക്കെ ഒരുക്കാൻ തുടങ്ങി. ആൽബർട്ടും അവസാനിപ്പിച്ചും റോബർട്ടും കൂടി പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. അതിനിടയിലെ സാന്ദ്ര പലസമയം സമീപിച്ച് ഒരഭ്യർത്ഥനയോട് പറഞ്ഞു, അതെ നമുക്ക് അലിയനി ചേച്ചിയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം മമ്മി, ഒരാഴ്ചത്തേക്ക് മതി. എടി അതൊക്കെ പപ്പ സമ്മതിക്കുമെന്നറിയാവോ? ആർക്കറിയാം, പപ്പായെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം, മമ്മി ഒന്ന് സൂചിപ്പിച്ചു വെച്ചാ മതി. അലീന വരുവോടി, നീ അവളോട് ചോദിച്ചോ? അതെ അവള് സമ്മതിച്ചാലും ചേട്ടന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വലസമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്രയ്ക്ക് ഭയങ്കര വിഷമായി. നമുക്ക് കൊണ്ടുപോവാം മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര സങ്കടത്തോട് കൂടിയിട്ട് കാലി പിടിക്കണം വലസമ്മയുടെ. കൊഞ്ചല്ലേ വേണേ നീയ. അങ്ങനെ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സദ്യയെല്ലാം തയ്യാറായി. അതിനു മുമ്പ് തന്നെ സിനിമയ്ക്ക് ഉള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവധക്കുട്ടിച്ചാനാണെങ്കിലോ സിനിമയ്ക്ക് പോകാനത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. ഒടുവില് ഊണ് കഴിഞ്ഞതിന് ശേഷം 3 വണ്ടികളായി അവർ തിയേറ്ററിലേക്ക് പോയി. ജോസ് കുട്ടിയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഐസ്ക്രീം പാർലർ കയറി ഐസ്ക്രീം ഒക്കെ കഴിച്ചു വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ വൈകുന്നേരം 6 മണി. അതെ ആരും ഡ്രസ്സൊന്നും മാറണ്ട, ഉടനെ തന്നെ പോയിക്കോളാം, പലതും എടുക്കാനുണ്ട്, എടുക്കണം എന്നൊക്കെ പറഞ്ഞു. 7 മണി കഴിഞ്ഞിട്ട് ആരും പുറപ്പെടുന്ന ലക്ഷണമൊന്നും കാണാൻ അവസാനിപ്പിച്ചതിന് ദേഷ്യപ്പെട്ടു. ഇതെന്താ ആർക്കും വീട്ടിലൊന്നും പോകണ്ടേ? അതെ നാളെ പോവാം പപ്പാന്ന് ജോസൂട്ടി പറഞ്ഞു. എടാ നാളെ സ്കൂളിൽ പോകണ്ടേ? രാവിലെ ഇവിടുന്ന് പോയാലും വീട്ടിൽ ചെന്നിട്ട് സ്കൂളിൽ പോകാൻ സമയമുണ്ടല്ലോ. ജോസൂട്ടി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. എടാ 3 ദിവസം ഇവിടെ കിടന്ന് മേടിച്ചില്ല പോരെ പപ്പ, ഇന്നൊരു ദിവസം കൂടെ, നാളെയോ മറ്റന്നാളോ അലീന ചേച്ചി അങ്ങോട്ട് പോകും. പിന്നെ എന്നാ ഇതുപോലെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നേ. ഭയങ്കര വിഷമമായിരുന്നു. ഒടുവില് സാന്ദ്രയും മിലനും റോണി എല്ലാരും കൂടെ ജോസൂട്ടിയെ പിന്തുണച്ചു. കാരണം ആസപ്പച്ചന്റെ ആൽബർട്ടിന്റെ റോബർട്ടിന്റെ എല്ലാ മക്കള് അവരെല്ലാരും കൂടെ അലീനയ്ക്ക് പിന്തുണയായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും വലസമ്മയുടെ ഒത്താശയും വന്നു. അതെ പിള്ളേരുടെ ആശയല്ലേ, ഒരു ദിവസം കൂടെ അവളോട് കൂട്ടുവിടാൻ. ഈ രാത്രിയിൽ ഇപ്പൊ വീട്ടിലോട്ട് ചെന്നിട്ട് എന്നെ ചെയ്യാനാ? ഷെജിക്കും പോകാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവില് അവസാനപ്പച്ചനും ആൽബർട്ടിനും ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാരും കൂടെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് സ്റ്റാലിയുടെ കാർ അങ്ങോട്ടേക്ക് വരുന്നേ. ആൽബർട്ടും റോബർട്ടും അവസാനിപ്പിച്ചനൊക്കെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അനുജന്മാരുടെ മുഖത്ത് മുമ്പൊന്നും കാണാത്ത സൗമ്യ ഭാഗം കണ്ട് സ്റ്റാലിലേക്ക് പോലും അത്ഭുതമായി പോയി. അല്ല ലാലിച്ചാൻ ഇത് എവിടെന്നാ വരുന്നതെന്ന് ആൽബർട്ട് ചോദിച്ചു. ഞാൻ കൊച്ചിന്ന് വരികയാണ്. കുറച്ച് പരുഷമായ സ്വരം. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അല്ല ഇവിടെ എന്താ നിൽക്കുന്നത്? അകത്തോക്ക് കയറി വരാൻ പറഞ്ഞു. അതിനൊന്നും സമയമില്ല, ഇപ്പൊ തന്നെ കുളത്തോപ്പുഴയ്ക്ക് പോകണം. അലീന എവിടെ? ഇന്ന് പോവാനോ? അവളെ വിളിക്കുക. സ്റ്റാലിക്ക് വിട്ടുവീഴ്ചയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആൽബർട്ട് എന്ന് അലീനയെ വിളിച്ചു. അവള് ബാത്റൂമിലാണ് ദിയമോളെയും ജോൺ മോളെയും മേലെ കഴിക്കുമായിരുന്നു. നിന്റെ പപ്പ വന്നിട്ടുണ്ട്. അയ്യോ എന്ത് വരുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അലീനെ സാന്ദ്രയെ വിളിച്ച് കുട്ടികളുടെ തല കൊടുത്താൻ ഏൽപ്പിച്ചിട്ട് സിറ്റൗട്ടിലേക്ക് വന്നു. പപ്പയൊന്നും വിളിച്ചതുപോലുമില്ല, സമയമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോ അവൾക്ക് സന്തോഷമാണെന്ന് മനസ്സിലായി. പപ്പ കയറിയിരിക്കാത്ത എന്താ? നമുക്കിപ്പൊ തന്നെ പോണം, വേഗം റെഡിയാവുക. ഈ രാത്രിയില്ല, രാത്രിയായാലും പകലായാലും എന്താ, ഇവിടുന്ന് 1.5 മണിക്കൂർ സമയമല്ലേ ഉള്ളൂ. പപ്പ നാളെ രാവിലെ പറയുന്ന കേൾക്ക് നീയ. 2 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസമല്ലേ, പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അലീനയുടെ മുഖത്ത് ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും ദിയമോളും ജോൺ ബോളും കൂടെ
ടവലും വാരി ചുറ്റിക്കൊണ്ട് ബാത്റൂമിലെ സിറ്റൗട്ടിലേക്ക് ഓടി വന്നു. പിറകെ സാന്ദ്രയും വരുന്നുണ്ട്. അലീന ആന്റി തോർത്തിയാ മതി, സാന്ദ്ര ആന്റി വേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വരവ്. ജോണുമ്പോൾ ഓടി വന്ന് അലീനയുടെ കാല് കെട്ടിപ്പിടിച്ച് എന്നിട്ട് സാന്ദ്രയെ നോക്കി കൈ ചൊട്ടി ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാനിപ്പോ വരാൻ പപ്പാന്നും പറഞ്ഞുകൊണ്ട് അലീന അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി തലയും ദേഹമൊക്കെ തുടച്ചു, പുതിയ ഡ്രസ്സൊക്കെ ഇടിയിച്ചു. പക്ഷെ അലീനയെ കൊണ്ടുപോകാനായിട്ട് സ്റ്റാലി വന്നറിഞ്ഞ് ഇപ്പൊ കുട്ടികളുടെ ഉത്സവമൊക്കെ അങ്ങോട്ട് മാറി. ഇന്ന് പോകണ്ടെന്ന് ചേച്ചി ഒന്ന് പറയോ? സാന്ദ്രയ്ക്കാണ് ഭയങ്കര വിഷമം. അങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കുന്ന ആളല്ല പപ്പ. അത് അലീന പറഞ്ഞപ്പോ സാന്ദ്രയ്ക്കും അറിയാം. സ്റ്റാലിയോട് മാത്രമാണ് കുടുംബത്തിലെ കുട്ടികൾക്കാർക്കും അങ്ങനെ അടുപ്പോ സ്ലേവും ഇല്ലാത്ത. സ്റ്റാലി അവരെ ഗവനിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അലീന പോകാനൊരുങ്ങി. ജോസ് കുട്ടിക്കും എല്ലാവർക്കും ഭയങ്കര വിഷമാണ്. ഇനി എന്തിനാ എവിടെ നിൽക്കുന്നേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാന്ന് ശോഭ നിരാശയോട് പോയി ആൽബർട്ടിനോട് പറഞ്ഞു. പപ്പ ഇന്ന് പറയുമല്ലോ ആലിച്ചനങ്കിളിനോട് അലീന ചേച്ചിയെ കൊണ്ടുപോകല്ലെന്ന്, നാളെ രാവിലെ വിട്ടാക്കാന്ന്. അവസ്ഥയപ്പച്ചനോട് സാന്ദ്രവയെ അപേക്ഷിച്ചു. ഞങ്ങളിന്ന് രാത്രി എന്തെല്ലാം പ്ലാൻ ചെയ്താ എല്ലാം പൊളിയുമല്ലോ. ആന്റി പോവാണോ? പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദിയാമോളാണെങ്കിൽ അലീനയുടെ പിറകെ നടന്നു. എടാ ലാലിച്ച, നാളെ രാവിലെ പോവാം. കുളത്തോപ്പുഴയ്ക്ക് ഞാനും വരുന്നുണ്ട്. അവധി കുടിച്ചാന് ലാലിച്ചന്റെ മനസ്സ് മാറ്റാൻ ഒരു ശ്രമം നടത്തി. അപ്പച്ചൻ നാളെ വന്നാൽ മതി, പക്ഷെ ഞങ്ങളിന്ന് പോകുന്നു പറഞ്ഞു. ഒടുവില് സ്റ്റാലിയുടെ അടുത്തേക്ക് ഔസേപ്പച്ചൻ വന്നു. അതെ ലാൽച്ചാൻ, ഈ രാത്രി അവളെ കൊണ്ടുപോകണ്ട, ഞങ്ങൾ അവളെ വിടുന്നില്ല. രണ്ടും കൽപ്പിച്ച മട്ടിലാണ് ഔസേപ്പച്ചൻ അത് പറയണത്. സ്റ്റാലിക്ക് ആശ്ചര്യം ദേഷ്യം വന്നു. ആഹാ, എന്റെ മോളെ വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണോന്ന് ചോദിച്ചു. വേണം, ലാലിച്ചാന്റെ മോള് മാത്രമല്ലോ. ലാലിച്ചാൻ ഒന്നുമല്ല അവളെ വളർത്തിയത്, ലാലിച്ചാൻ ഉള്ളതുപോലെ അവകാശം അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റാലിൻ ഞെട്ടിപ്പോയി. ഇതെന്ത് കഥ? ഇവിടെ എന്ത് മറിമായ നടന്നേ? അലീനയെ താൻ മകളായി സ്വീകരിച്ചതിന്റെ പേരില് കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. ഇന്ന് കൊണ്ടുപോകേണ്ട ലാലിച്ചായെന്ന് പറഞ്ഞോണ്ട് ആൽബർട്ടും വന്നു. ഞങ്ങളൊന്ന് തിരിച്ചു പോകാനിരുന്ന ഈ പിള്ളേർക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ, എന്നിട്ടും പോകാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? ഇവിടക്ക് ഒരു ദിവസം കൂടെ അലീന ചേച്ചിയോടൊപ്പം ഇരിക്കണമെന്ന് കെഞ്ചി പറഞ്ഞിട്ടാ. അന്നേരം ലാലിച്ചാൻ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലി ഔസേപ്പച്ചന്റെ പിന്നിലേക്ക് നോക്കി. അനുജന്മാരുടെ മക്കൾ 7 പേരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജോൺ ബോളാണ് അലീനെ ചുരിദാറിൽ നിന്ന് പിടിവിട്ടിട്ട് പോലുമില്ല. എല്ലാരും സ്റ്റാലിയുടെ ഈ ഒരു ഇതിനായിട്ട് മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഒടുവില് സ്റ്റാലി ഓക്കെ എന്ന് പറഞ്ഞു. അത് മാത്രം സ്റ്റാലി കേട്ടുള്ളൂ. പിന്നെ ഒരു ഒച്ചപ്പാടോ ആർപ്പുവിളിയായിരുന്നു. എല്ലാരും അലീനെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അകത്തേക്ക് ഓടിപ്പോവാണ്. സ്റ്റാലി അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അപ്പൊ ഈ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടോ കഥകൾ പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.